വെൽക്കം ടു ജോയ്സ് അഗ്രികൾച്ചർ ഫാം. എല്ലാ പ്രിയ സ്നേഹിതർക്കും ഞാൻ കുറേ നാളായി വീഡിയോ ഇട്ടിട്ട് ഇതൊരു ഷോർട്ടായിട്ട് ഇടുകയാണ്. എൻ്റെ ശേഖരത്തിൽ ഞാൻ വളരെ നാളുകളായി 4-5 വർഷമായി അന്വേഷിച്ചുകൊണ്ടിരുന്ന ഒരാളെയാണ് എനിക്കിന്ന് കിട്ടിയിരിക്കുന്നത്. അത് നല്ല തൈയാണ്. 2 എണ്ണം എനിക്ക് ലഭിക്കാനിടയായി തീർന്നു. ഇവർ 2 പേരുമാണ്. പിന്നെ മറ്റുള്ളവരെല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ. അവരെല്ലാം ഞാനിവിടെ വെച്ചിരിക്കുകയാണ്. എൻ്റെ നാരകം ഇതെല്ലാം എല്ലാ ഇതും ടെറസിലാണ് ഞാൻ വെക്കുന്നത്. ഇത് ഞാൻ വാങ്ങിയത് എവർഗ്രീൻ ഗാർഡൻ പുതുവലിലാണ്. മാന്യമായ വിലയും അവരുടെ സഹകരണവും. നമ്മളെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിനുടനെ റെസ്പോൺസിബിൾ തരാനും ഫോണിൽ കൂടെ ആയാലും വാട്സപ്പിൽ കൂടെ ആയാലും തരാനുമൊക്കെ നല്ല മനസ്സുള്ളവരാണ്. അതുമാത്രമല്ല, എല്ലാ തൈകൾക്കും ന്യായമായ വില, മറ്റുള്ള ഗാർഡനിൽ ലഭിക്കാത്ത രീതിയിലുള്ള നല്ല തൈകളും ന്യായമായി വിലയ്ക്ക് തരുന്ന ഒരു ഗാർഡനാണ് എവർഗ്രീൻ ഗാർഡൻ. ഞാൻ ഇന്ന് പോയിട്ടാണ് ഇത് വാങ്ങിയത്. എനിക്ക് ന്യായമായുള്ള വിലയ്ക്ക് ഇവർ തന്നു. ഞാൻ കുറേ നാളുകൊണ്ട് അന്വേഷിച്ചിരുന്നതാണ്. എനിക്കിന്ന് എൻ്റെ കരത്തിൽ കിട്ടി. മറ്റ് 4 പേരും കൂടെ വന്നിട്ടുണ്ട്. അവരെ ഞാൻ പിന്നീട് കാണിക്കാം. അത് ഒന്ന് രാംഗംഗ, ഒന്ന് ശ്രീലങ്കൻ ഹൈബ്രിഡ്, ഒന്ന് മാവ, ഒന്ന് ശ്രീലങ്കൻ കുള്ളൻ. ഇതാണ് വാങ്ങിയത്. കാരണം എനിക്ക് തെങ്ങുണ്ട്, വലിയ തെങ്ങുകളാണ്. റോഡ് സൈഡിൽ നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ മണ്ടയ്ക്ക് കയറി ഒന്നും തേങ്ങ ഇടാൻ ആളില്ലാത്തതുകൊണ്ട് അതെല്ലാം കൊഴിഞ്ഞ് റോഡിൽ പോകും, ആൾക്കാർ കൊള്ളും. അതുകൊണ്ടിട്ടാണ് ഇവരെ 4 പേരെ ഞാൻ വാങ്ങിയത്. അത് പിന്നീട് ഞാൻ കാണിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക. ഇതിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ലല്ലോ. പേര് പറയാമെന്ന് ഞാൻ പറഞ്ഞതാണ്. ഇപ്പോഴാണ് ഞാനിത് പറയാമെന്ന്. ഇതാണ് കാരയ്ക്ക. പണ്ട് കാലങ്ങളിൽ കിട്ടിയിരുന്ന സാധനമാണ് ഇത്, കാരയ്ക്ക. അത് നല്ല ഉപ്പിലിടാനൊക്കെ നല്ലതാണ്. ഇത് കാരയ്ക്കയാണ്. ഇത് അവക്കോടയാണ്. ഇത് സീഡ്ലെസ് നാരകമാണ്. ഇത് റെഡ് നെല്ലിയാണ്. ഇത് പേരയാണ്. അത് നമ്മുടെ ഞാവലാണ്. നെല്ലിയുണ്ട്, ഓറഞ്ചുണ്ട്. ഇവിടെ മേലുള്ള എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട്, ഇതിനകത്ത് 6-7 ഫ്രൂട്ട് കിട്ടി. വലിയതൊന്നും ചെറിയൊരു ചട്ടിക്കകത്ത് 4 കമ്പം ചുട്ടി മേളിൽ നട്ടിരിക്കുക. സ്വന്തം ഒരു ആവശ്യത്തിന് 7 കാ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇതാണ്. അപ്പോൾ 2 അടുത്തതിനെ വെച്ചിട്ട് അത് യെല്ലോ ആണ്. അതെങ്ങനെ കായ്ക്കുമെന്ന് അറിഞ്ഞിട്ട് ചെയ്യാമെന്ന്. ഇല്ലെങ്കിൽ അവനെ എടുത്ത് കളഞ്ഞിട്ട് ഈ റെഡ് തന്നെ വയ്ക്കാനാണ് ഞാൻ പ്ലാൻ ഇടുന്നത്. നിങ്ങളുടെ സഹകരണം വീണ്ടും അഭ്യർത്ഥിക്കുന്നു. Thank you.